ഇനി ശിർക്ക് ചെയ്യുന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുകയില്ല. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? ശിർക്ക് ചെയ്തൊരു വ്യക്തി ആ ശിർക്ക് ചെയ്തവനായി മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കൂല, തൗബയില്ലാതെ പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ ശിർക്ക് ചെയ്ത ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ പുറത്തു കൊടുക്കും. എത്രയോ ആളുകൾ ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് തൗഹീദിന്റെ പാതയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ശിർക്കിലായിക്കൊണ്ടൊരാൾ മരണപ്പെടുകയാണെങ്കിൽ, മരണത്തിന് മുമ്പ് ഒരു മുശ്രിക് ശിർക്ക് ചെയ്യുന്ന വ്യക്തി തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ് അയാൾക്കത് പുറത്തു കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. മറ്റുള്ള പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് സൂറത്തു നിസാഇന്റെ 48-ാമത്തെ ആയത്ത്. സൂറത്തു നിസായിലെ തന്നെ 116-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തന്നോട് പങ്കു ചേർക്കുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദാ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ വിദൂരമായ വഴിപിയവിലാകുന്നു എന്നാണ്.